ആ പ്രായത്തിൽ പ്രസവിച്ചതും അതും പ്രസവമായിരുന്നല്ലോ, സിസേറിയൻ ആയിരുന്നില്ല. അതൊക്കെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള കുറെ പേർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ദീപ്തി പെട്ടെന്ന് മാറുകയാണ് ചെയ്തത്. അതും കുറെ കൂടെ നമുക്കൊരു കാര്യം വിവരം അവരോട് പറയാനും ഒക്കെ ഒരുപാട് പേര് ഫോൺ ചെയ്യാനും ഇല്ലെങ്കിൽ പുറത്ത് കാണുമ്പോഴും ഒക്കെ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ സംസാരിക്കാനും ഒക്കെ ഒരു ഇടയായിട്ടില്ലേ? എന്നെ അവർ കാണുന്നത് എന്നോടുള്ള ആരാധനയല്ല. തീർച്ചയായിട്ടും എന്നെ ആരാധിക്കാൻ, ഞാനൊരു സാധാരണ ആര്യ പാർവതിയുടെ അമ്മയായിരുന്നു. അപ്പൊ എന്നെ അവർ കാണുന്നത് അവർക്ക് നേടാൻ പറ്റില്ലാത്ത ഒരു സ്വപ്നം എന്ന് പറഞ്ഞൊരു സ്പേസിൽ ഞാൻ അവർക്ക് അത് റിയാലിറ്റി ആകും എന്നൊരു തോന്നൽ അവരിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്കൊരു കാര്യം സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഒരാളത് സാധിച്ച് കാണുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര സന്തോഷം കിട്ടും അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെ ചെല്ലുമ്പോൾ ആളുകൾ അതാണ്, ഇത് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ ചേച്ചി ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണോ ഇപ്പൊ ഈ ബേബി ഉണ്ടായത്, പിന്നെ അതൊക്കെയാണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. പിന്നെ ചേച്ചിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ 8 മാസം വരെ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ആര്യ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 26 വീക്സിലാണ് ഞാൻ അറിയുന്നത് പ്രഗ്നന്റ് ആണെന്നിട്ട്. അപ്പൊ 24 വരെ അബോർഷൻ ആക്കായിരുന്നു. 26 ആയിരുന്നത്, അത് അവര് സർക്കാർ മാറ്റിയിട്ട് അത് 24-ല് അബോർഷൻ ചെയ്യാൻ പാടില്ല നിയമം വന്നുകൊണ്ടാണ് എനിക്ക് അബോർഷൻ ചെയ്യാൻ പറ്റാത്തത്. 26 എനിക്ക് ആയി ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അബോർഷൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മൾ 8 മാസം വരെ നമുക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് ഇവിടെ റെസ്റ്റ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈ മോളെ കൊണ്ട് ഞാൻ യാത്ര ചെയ്തത് ചില്ലറ ദൂരമല്ല. ഇപ്പൊ രാജസ്ഥാനിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ റോഡുകളുടെ അവസ്ഥയൊക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പോയിട്ട് ഈശ്വരൻ നിയോഗം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അമിതമായിട്ട് ദൈവത്തെ വിശ്വസിക്കുന്ന കൊണ്ടാവാം. ഇത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി എന്ന് പറയണ പോലെ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി ഉണ്ട് എന്ന്. ദൈവത്തിനെ പോയാലും ഉപരി ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. ആ ശക്തി നീ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ നടക്കും എന്ന് പറഞ്ഞ പോലെ പാലു ജനിക്കണം എന്നൊരു നിശ്ചയമുണ്ട്. അതിനൊരു നിമിത്തം ഞാനായി. അത് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നു. അത് മറ്റുള്ളവരത് കാണുമ്പോൾ അവർ ചേച്ചി നോർമൽ ഡെലിവറി ആയിരുന്നു ചേച്ചി, അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആകാംക്ഷ. എനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല, ചേച്ചിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നോ? അതിനേക്കാൾ ഏറ്റവും വലിയ ഞാൻ ആകെ പ്രസവിച്ച് 4 ദിവസമേ കിടന്നിട്ടുള്ളൂ. 4-ാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. 4-ന്റെ അന്ന് ഞാൻ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. പാലുവിനെ നോക്കാൻ ഒരാളെയും വെച്ചിട്ടില്ല. പിന്നെ പാലുവിനെ കുളിപ്പിച്ചതും പാലുവിനെ എല്ലാം ചെയ്തതും ഞാൻ ഒറ്റയ്ക്കാണ്. 12 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ വന്നേ. രണ്ടാമത്തെ ദിവസം ഇവിടെ NICU-ലായിരുന്നു. NICU-ലേക്ക് കൊണ്ടുപോയി 2-ാമത്തെ ദിവസമല്ലേ കക്കിയിട്ട്? ഇല്ലല്ലോ, ആദ്യത്തെ ദിവസം രജനീഷനെ ജനിച്ചന്നാ വന്നേ. ആദ്യത്തെ ദിവസമാണ് കൊണ്ടുപോയത് വൈകുന്നേരം NICU-ലേക്ക്. ആണല്ലേ? മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ട്. ഇനി പാലുവിനെ കുറിച്ച് പറയൂ. അമ്മയ്ക്ക് കുറച്ചുകൂടെ വണ്ണുണ്ടായിരുന്നു, 2 കിലോ കുറഞ്ഞു. അതാണ് ഫസ്റ്റ്. എന്താ പറയാ, അയ്യോ ആണ് ഭയങ്കര പാവമാണ്, വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല എന്നൊരു അഹങ്കരിച്ചിരുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങള്. പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ചെടുത്തു. ഈ പ്രായത്തിന്റെ ഒക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പാവമോളാണ്. ഭയങ്കര വലിയ കുസൃതിയൊന്നുമില്ല. ചെറുതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ 2 അടിയൊക്കെ തരും നമുക്ക്, അത്രയൊക്കെ തന്നെ. രാത്രി ഉറങ്ങാനൊക്കെ സമ്മതിക്കോ? അതെ, കുഴപ്പമില്ല. ചിലപ്പോ ഒന്നിങ്ങനെ മാന്തും, ചിലപ്പോ ഇങ്ങനെ പൊട്ടും, ഉറങ്ങും. ആരുറങ്ങിയാലും ഉറങ്ങിയില്ലേലും പുള്ളിക്കാരെ ഞാൻ 7:30-ക്ക് ഉറക്കും. അത് ഇവളായിരുന്നപ്പോഴും അങ്ങനെയാണ്. കറക്റ്റ് ഒരു ടൈമിൽ ഞാൻ ഉറക്കും. ഇവളെയും കറക്റ്റ് 7:30, 7:45, കൂടി വന്ന 8 മണി. എന്തൊക്കെ പറയാ? പാട്ട് ഇഷ്ടമുള്ള മോളാ രജനീഷ് ചേട്ടാ. അതിപ്പോ എന്നെ ആര് ട്രോൾ ചെയ്യാലും ഞാൻ പറയും പാട്ട് ഇഷ്ടമാവള്. എപ്പോഴും പാടിയാ താളം. പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പം ഏട്ടൻ എല്ലാരും ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അല്ലാതുണ്ടെങ്കിൽ ഒന്ന് ചെറുതേ പഠിക്കാൻ പറ്റുമോ നോക്കൂ. ഒരു പാട്ട് പാടാവോ പാലു? പാടിക്കേ, ഒരു പാട്ട് പാടിക്കേ. നാണം കെടുത്തല്ലേ, പാട് പാട് പാടൂ. കോൺഷ്യസ് ആയി പാട്ടൊക്കെ പാടും. എന്നൊക്കെ പറഞ്ഞ് പാടും. അപ്പൊ ഒരു കാര്യം, ചേച്ചി ആദ്യം പാടും. ചേച്ചി ശരിക്കും ഒരു പാട്ട് പാടണം. ആര് പാടുമെന്നുള്ളത് എനിക്കറിയാലോ. ചേച്ചി പാട്ട് പാടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേച്ചി പാട്ട് പാടാൻ പോവല്ലേ? എനിക്ക് ഒന്നും വരൂല്ല, അതാ പ്രശ്നം. ഒരു പാട്ട്. കാണാമറയത്ത് ഒളിച്ചു
പൊളിയാണ് കേട്ടാ. എത്ര ടഫായിട്ടുള്ള സോങ് ആണെന്ന് അറിയാമോ സെലക്ട് ചെയ്തത്? എത്ര കഷ്ടപ്പെട്ടാ പാടിയെന്നറിയോ? അല്ല, സെലക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ പിടിച്ച ടെൻഷൻ. പാലുവിന്റെ റൂട്ടീൻ എങ്ങനെയാ ഇപ്പൊ ശരിക്കും? ഞാൻ ഈ ചോദിച്ചതുപോലെ ഉറങ്ങുമോ? എന്തൊക്കെയാണ് പറയുന്നതൊക്കെ? എന്തൊക്കെയാ പറയാ? പാലു, അച്ഛ, അമ്മ, ചേച്ചി, പിന്നെ ഇങ്ങനെ സെന്റൻസ് ചേർത്ത് പറയാൻ അറിയില്ല. ഇപ്പോഴത്തെ പ്രശ്നം അമ്മ, മൂക്കുത്തി, അച്ഛ, പാലു വേണം, പാലുവിന് മൂക്കുത്തി വേണോ, അതാണ് ഇപ്പോഴത്തെ ഡെയിലി വർത്താനം. എന്റെ മൂക്കേ തൊടും, ചേട്ടൻ വീഡിയോ കോൾ വിളിക്കുമ്പോ പാലു വേണോ, പാലുവിന് മൂക്കുത്തി വേണോ. പിന്നെ അച്ഛ പോയി, ചേട്ട പോയി, ചേച്ചി പോയി. അച്ഛ എവിടെ പോയി ശരിക്കും? അച്ഛ എവിടെ? കണ്ണൂരാന്ന് പറ. അച്ഛ എവിടെ പോയി? ടാറ്റ പോയി. പാലു അച്ഛൻ എവിടെ പോയി? പാലു അച്ഛൻ എവിടെ പോയി? അച്ഛാ പോയോ? അച്ഛ പോയി. പാലുവിന്റെ അച്ഛ എവിടെ പോയി? ഈ സെന്റൻസ് പറയാറായിട്ടില്ല. ഇല്ല, കൂട്ടി പറയില്ല, ഇങ്ങനെ പറയും. പിന്നെ ചില വേർഡുകൾ A for ആപ്പിൾ, B for അതൊക്കെ പറയും, 1 2 3 പറയും. അങ്ങനെയൊക്കെ മൂഡ് അനുസരിച്ചാണ് അത്രേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇവളുടെ കൂടെ നിന്ന് ഇങ്ങനെ ഓരോ പുസ്തകമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ഇതുപോലെ വീഡിയോസ്, ചെറിയ ഈ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഞാനിങ്ങനെ ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ കൊള്ളിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അല്ലാതെ വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളൊരു കൊച്ചല്ല. പിന്നെ ചെറുത് ഇപ്പം നടക്കാനൊക്കെ തുടങ്ങിയ കാരണം കുറച്ച് ഇവിടെ ഇങ്ങനെ ഓടും. പിന്നെ ഈ പ്ലേ പെന്നിൽ ഇരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ ജോലി കഴിയുമ്പോൾ ഞാനും ഓളും കൂടെ അതിനകത്തിരിക്കും. ഞങ്ങൾ ഉറങ്ങണതും അതിനകത്താണ്. ബെഡിൽ കിടക്കാറില്ല, ഞാനും ഓളും അതിനകത്ത് തന്നെ. രാവിലെ എടുത്ത് ഇവിടെ വെക്കും, രാത്രിയിൽ അങ്ങോട്ട് കൊണ്ടുപോകും. 7:30 ആകുമ്പോൾ പാലും ഉറങ്ങും. അപ്പോൾ ഉറങ്ങിയിട്ട് അത് വിരിച്ച് അതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും, ഇവള് വന്നാലും ഞങ്ങൾ 3 പേരും, അവളുടെ അച്ഛനുള്ളപ്പോൾ ഞങ്ങൾ 4 പേരും അതിനകത്താ കിടക്കുക. അളിയൻ എങ്ങനെ മിസ് ചെയ്ത് അവിടെ ഇരിക്കുന്ന? പഠിത്തം കഴിഞ്ഞില്ലേ? എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ജോലിയാണ്. ഒരു സ്കൂളില് കൊറിയോഗ്രാഫർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഇനിയിപ്പം ജോലി എടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു. പാടാട്ടോ, അത് എനിക്ക് വയ്യ. പഠിക്കുന്നത് പോലെ എളുപ്പമല്ല, പഠിക്കുന്നത് അതിനും കഷ്ടമായിരുന്നു. കുറച്ചുകൂടെ പാടാ. ഇതാണ് കുറച്ചുകൂടെ എളുപ്പമല്ലേ ജോലി? ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ, എൻ്റെ ആര്യമോഹനം എന്ന് പറഞ്ഞിട്ട് ഒരു മോഹിനിയാട്ടം സ്പേസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ക്ലാസ്സസ് പുറത്താണ് കുട്ടികളെല്ലാവരും. അപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. പിന്നെ സ്കൂളിൽ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, എനിക്ക് അങ്ങനെ പഠിപ്പിച്ച് ഒരിടത്ത് നിന്ന് വർക്ക് ചെയ്യുക അങ്ങനെയൊന്നും താല്പര്യമില്ല. ഒരാളുടെ കീഴിൽ നിന്ന് അങ്ങനെ പെർഫോം ചെയ്യുക, കുറച്ച് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യുക, സ്വന്തമായിട്ട് ഡാൻസിൽ തന്നെ കുറച്ച് ക്രിയേഷൻസ് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ജോലി നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ താൽക്കാലികമായിട്ട്. അല്ലാതെ പെർഫോമൻസിലേക്ക് തന്നെ ഇറങ്ങാനുള്ള പ്ലാനാണ്. സിനിമ കാണാറുണ്ട്. ലേറ്റസ്റ്റ് ഇറങ്ങി കാണുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഓഡീഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല, പോവാറില്ല? അത് ഓഡീഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒന്ന് ഓക്കെ ആയ ചില സംഭവങ്ങളൊക്കെ സീരിയലിൽ കാര്യം അവരറിയുകയും, അത് സീരിയൽ 3 അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്ന ടൈമായിരുന്നു. സിനിമ ഞാൻ ഏതാന്ന് പറയണില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫ്രഷ് ഫേസ് തന്നെ വേണമായിരുന്നു. സീരിയലൊന്നും ചെയ്ത കുട്ടീനെ വേണ്ട എന്നുള്ള രീതിയിൽ ഓഡീഷൻസിന്റെ ലാസ്റ്റ് വരെ എത്തി. നമുക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അല്ലേ, ആർട്ടിസ്റ്റായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു മകളായിട്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെ പോയി സീരിയൽ ചെയ്തതുകൊണ്ട്. പിന്നീട് ബാംഗ്ലൂർ പോയപ്പോൾ ഓഡീഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പഠിത്തവും കാര്യങ്ങളും ഒക്കെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇനി ചെയ്യണം. അപ്പൊ സീരിയലിലേക്ക് തിരിച്ചു വന്നോടെ? സീരിയലില് വിളിക്കുന്നുണ്ട്. അപ്പൊ അറ്റൻഡൻസ് ഇഷ്യൂസ് കാരണം ബാംഗ്ലൂർ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഫ്രീ ആയോന്ന് ചോദിച്ചാൽ നോക്കണം ചേട്ടാ. ഇപ്പൊ ബാംഗ്ലൂരിൽ ജോലി ചെയ്യണേ? അപ്പൊ സീരിയൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാൻ വേണം, ജോലി പറ്റില്ല. സീരിയലിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ജോലി എനിക്കൊരു വിഷയമല്ല, അതില്ലെങ്കിലും നമുക്ക് ക്ലാസ് ഒക്കെ എടുത്ത് നമുക്ക് ജീവിക്കാം. പക്ഷെ നല്ലത് വന്നാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ.